പാലാ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് മാതൃകാ ബസ് ടെർമിനലാക്കുമെന്ന് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം. പാലാ നഗരസഭയുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ ദിയ ബിനു കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് സന്ദർശിച്ചു. നിരവധി പരാതികൾ ഉയർന്നു വന്നതിനെ തുടർന്ന് പാലാ കൊട്ടാരമറ്റം ബസ് ടെർമിനലിനെ ഒരു മാതൃകാ ബസ് ടെർമിനലായി മാറ്റുന്നതിനായി സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം അറിയിച്ചു. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ നിലവിൽ നിലനിൽക്കുന്ന അനധികൃത പാർക്കിംഗ്, അനധികൃത വർക്ക്ഷോപ്പുകളുടെ പ്രവർത്തനം, വർഷങ്ങളായി പ്രവർത്തനരഹിതമായ കാത്തിരിപ്പ് മുറിയുടെ ഫാനുകൾ, അതീവ ദയനീയാവസ്ഥയിലുള്ള ശൗചാലയങ്ങൾ, മാലിന്യപൂർണവും വൃത്തിഹീനവുമായ പരിസരം, പൊതുജനങ്ങൾക്ക് അപകടം സൃഷ്ടിക്കുന്ന തരത്തിൽ വളർന്നു നിൽക്കുന്ന മരക്കൊമ്പുകൾ തുടങ്ങിയവ പാലാ നഗരസഭയ്ക്ക് തന്നെ അപമാനമായ സാഹചര്യത്തിലേക്കാണ് ബസ് സ്റ്റാൻഡിനെ എത്തിച്ചിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇവയെല്ലാം അടിയന്തരമായി പരിഹരിക്കുമെന്നും ബസ് സ്റ്റാൻഡ് പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരവും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതുമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കുമെന്നും ദിയ ബിനു പുളിക്കണ്ടം അറിയിച്ചു. ബസ് സ്റ്റാൻഡിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അടിയന്തരവും ത്വരിതവുമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വിഷയങ്ങൾ അത്യാവശ്യം മുൻഗണനാപൂർവമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിർദ്ദേശം നൽകുന്നതായും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഈ പ്രവർത്തനങ്ങൾ വിജയകരമായി നടപ്പിലാക്കുന്നതിനായി പൊതുജനങ്ങളുടെ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിക്കുന്നതായും ചെയർപേഴ്സൺ അറിയിച്ചു. i4A ന്യൂസ് പാലാ.